ഈ ഏരിയയിൽ ഒരു വെളിച്ചമില്ലാത്ത ഏരിയ ആയിരുന്നു അല്ലേ? ജസ്റ്റ് ഒന്ന് ഓണാക്കി. കള്ളന്മാരുടെ ശല്യമുണ്ട്. ഇപ്പൊ നമ്മള് വീട്ടില് ആൾ താമസം ഇല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ വരുമ്പോഴാണ് നമ്മൾ വരുമ്പോ ഇത് ലൈറ്റ് പ്രവാസികളുടെ വീട് ഒന്നുകിൽ അവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഓണും ഓഫും ചെയ്യാറാണ് പതിവ്. അപ്പം അല്ലാത്തത് ഇരുട്ടായിട്ട് തന്നെ കിടക്കും. കസ്റ്റമർക്ക് എന്താണോ പ്രോബ്ലം ഉള്ളത് അതിന് നമ്മൾ കസ്റ്റമൈസ് ആയിട്ട് തന്നെ ആലോചിച്ച് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. കുട്ടികളൊക്കെ രാത്രി ഒന്ന് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് വെള്ളം കുടിക്കാൻ എന്തെങ്കിലും റീസൺ പുറത്ത് പോണ്ടിരുന്നായിരിക്കും. റെസിഡൻഷ്യൽ അല്ലാതെ ഇൻഡസ്ട്രീസിൽ, ഹോസ്പിറ്റല്, പിന്നെ ഹെൽത്ത് കെയർ ആണെങ്കിലും അതിന്റെ ഒരു പകുതി ഭാഗമാണ് നമ്മളിപ്പം കാണുന്നത്. ഇവിടെ ഒമാനിലാണ് ഇവര്. അപ്പോൾ ഇവർക്ക് ഇവിടെ ലൈറ്റ്, അതുപോലെ ചെടി നനയ്ക്കുക, ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുള്ളത്. ഇവർക്ക് റൂട്ടീനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് മൊത്തം നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു സ്റ്റാഫ് ചെയ്തിരുന്ന കാര്യമായിരുന്നു. സാധാരണക്കാർക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഒരു ചെറിയൊരു തുകയ്ക്ക് അവരുടെ റൂട്ടീനായിട്ടുള്ള ഡെയിലി റൂട്ടീനായിട്ട് മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാക്കേജ്. എല്ലാവർക്കും നമസ്കാരം, സുൽത്താനാണേ. ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ അകത്ത് ചെയ്ത ഓട്ടോമേഷൻ. എൻ്റെ വീടിൻ്റെ അകത്ത് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ മെയിനായിട്ട് പറയണം എൻ്റെ വീട്ടിലെ വാട്ടർ ടാങ്ക്. അത് ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു. എൻ്റെ വീട്ടിൽ മോട്ടർ ഓൺ ആക്കും, അത് ഓഫാക്കാൻ മറന്നു പോകും. ഓഫാക്കാൻ മറന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തൊരു പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്, അതിൽ ശബ്ദം കേട്ടിട്ടില്ലെങ്കിൽ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത്. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഓവർഫ്ലോ ആയിട്ട് ഫ്ലോർ എല്ലാം നനഞ്ഞ് മേലെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു 1-2 മിനിറ്റ് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നുള്ളത് ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരുന്നത്. അതിന് വലിയൊരു പരിഹാരമായി. അപ്പോൾ അത് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മുടെ നാട്ടുകാരാണ്. പക്ക ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അവർ കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും മലപ്പുറത്തൊക്കെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ വെറും 19,500 രൂപക്കാണ് ഇവർ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാം ഇവർ ഓട്ടോമേഷൻ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 5 മിനിറ്റ് കൂടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇത് മുഴുവനായിട്ടും നനയും. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് ഇങ്ങനെ ഒരു വയറ് ചെയ്ത് കൊണ്ടുവന്ന് ടാങ്കിൻ്റെ അടുത്തേക്ക്, എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു 3 കോർ കേബിൾ ഉണ്ട്, അതിനെ വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ലൈന് കൊടുത്തിരിക്കുന്നത്. ഷനുഭായ്, നമുക്ക് ഇതിപ്പം വരികയാണെങ്കിൽ ആൾക്കാർക്ക് വയറിംഗ് മാത്രം ചെയ്താൽ മതി അല്ലേ? നമ്മൾ ടാങ്ക് മുതൽ നമ്മളെ മോട്ടറിന്റെ സ്വിച്ച് വരെ ഒരു 3 വയർ വെച്ചാൽ മതി. ഓവർഫ്ലോ വരുന്നതിന് മുമ്പ് ഓഫ് ആവുന്ന ഒരു സിസ്റ്റം എല്ലാവരും വെക്കാറുണ്ട്, മിക്ക വീടുകളും ഉണ്ടാവും. പക്ഷെ അത് പ്രാക്ടിക്കലി വർക്ക് ചെയ്യണില്ല. കാരണം ഒന്നാമത് മെക്കാനിക്കൽ ആയതുകൊണ്ട് വെള്ളത്തിന്റെ ഫോഴ്സ് കൊണ്ട് ഇത് പ്രോപ്പർ ആയിട്ട് സ്വിച്ച് ഓഫ് ആയിക്കൊള്ളണമെന്നില്ല. ഫ്ലോട്ടിങ് ഇവിടെ നമ്മൾ ഇപ്പൊ ടാങ്കിനകത്ത് ഒരു വയറോ അല്ലെങ്കിൽ സെൻസറോ ഒന്നും കൊടുത്തില്ല. ടാങ്കിന്റെ പുറത്തോ ഒന്നുമില്ല. ടാങ്ക് ക്ലീൻ ആക്കുന്നത് കൊണ്ടോ ഒന്നും നിങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. നിങ്ങൾ സെൻസർ കൊടുക്കണേ ഇങ്ങോട്ടാണ് കൊടുക്കുന്നത്. അതെ, നമ്മൾ പുറത്താണ് ആ വയർ ഇറങ്ങിയിരിക്കുന്ന ആ ഭാഗത്തേക്കാണ് കൊടുക്കുന്നത് സെൻസർ കൊടുക്കുന്നത്. ഓക്കെ, അത് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു കറക്റ്റ് പോയിന്റ് എത്തുമ്പോൾ ഓഫ് ആയിക്കോളും. നമുക്ക് ലെവല് ഒരു ഹാഫ് ടാങ്ക് എപ്പോഴും വെള്ളം മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ലെവലിൽ എത്തുമ്പോൾ വീണ്ടും മോട്ടർ ഓൺ ആയിക്കോളും. ഇപ്പൊ നമ്മൾ ഇനി ചില സമയത്ത് ഇപ്പൊ KSEB ഇപ്പൊ കറണ്ട് ഇല്ലെങ്കിലും പിന്നെ എന്താണ് വെള്ളം എപ്പോഴും നമുക്ക് ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും. ഇപ്പൊ ഈ യൂസ് ചെയ്ത സംഗതികൾ ഇൻഡസ്ട്രിയിൽ, ഓയിലും ഗ്യാസിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം പല വീടുകളിലും ഈ പിന്നെ വാട്ടർ അതോറിറ്റിന്റെ വെള്ളം, ഇപ്പൊ ജപ്പാൻ കുടിവെള്ളം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല, അതൊക്കെ വെള്ളം ഇല്ലെങ്കിലും ഈ കാറ്റ് പോകുമ്പോൾ ഈ മീറ്റർ റീഡ് ആവുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് വെള്ളം സെൻസ് ചെയ്തിട്ട് വാൽവ് ഓപ്പൺ ആക്കുന്ന സിസ്റ്റം ഒക്കെ അത് പല ആളുകളും കംപ്ലൈന്റ് പറഞ്ഞു കേൾക്കാറുണ്ട്. അതായത് വെള്ളം വരാതെ കാറ്റ് കൊണ്ട് തന്നെ മീറ്റർ റീഡ് ആവുന്നു. അപ്പൊ ഇവിടെ എന്താ വെച്ചാല് നമ്മൾ വാൽവ് ഓൺ ആക്കുന്നത് എപ്പോഴാണോ വാട്ടർ അതോറിറ്റിന്റെ ലൈനിൽ പൈപ്പിൽ വെള്ളം വരുന്നത് അത് നമ്മൾ സെൻസ് ചെയ്തിട്ട് അപ്പോഴേ എന്തെങ്കിലും ഒരു വാൽവ് ഓൺ ആവും. അപ്പൊ നമ്മൾ ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ബാസ്ക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ സെല് ചെയ്യാന്നല്ല, എന്താണോ നമ്മുടെ നാട്ടിലെ നമുക്ക് കസ്റ്റമർക്ക് എന്താണോ പ്രോബ്ലം ഉള്ളത് അതിന് നമ്മൾ കസ്റ്റമൈസ് ആയിട്ട് തന്നെ ആലോചിച്ച് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് കൊടുക്കാന്നുള്ള ഒരു ഹോസ്റ്റലാണ്. ഇവിടെ ഇവർക്കുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇവരുടെ കോർപ്പറേഷന്റെ വെള്ളം വന്ന് വീഴുന്നത്. ഈ ടാങ്കിലാണ് വെള്ളം വീഴുന്നത്. ഇതിനകത്തൊന്നും നമ്മൾ മുകളിലുള്ള ഏറ്റവും ടോപ്പിൽ ടെറസിലുള്ള ടാങ്കിലേക്ക് നമ്മൾ വെള്ളം പമ്പ് ചെയ്യുക ചെയ്യുന്നത്. ഇതിൽ നിന്ന് വേണം പിന്നെ മേലോട്ടേക്ക് പമ്പ് ചെയ്യാൻ. അപ്പൊ ഇതിൽ 2 പ്രോബ്ലം ഉണ്ട്. ഒന്ന്, മുകളിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാല് ഇതെന്ത് ചെയ്യണം, നിർത്തണം, മോട്ടറിന്റെ വർക്കിംഗ് നിർത്തണം. വേറൊന്ന്, ഇതിപ്പോ കിണർ പോലെ നമുക്കൊരു ഒരുപാട് വെള്ളം ഇവിടെ ഉണ്ടാവില്ല. ഒരു പക്ഷെ ടാങ്ക് നിറയുന്നതിന് മുമ്പ് തന്നെ ഈ ടാങ്കിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ ടാങ്കിലെ വെള്ളം തീരാൻ സാധ്യതയുണ്ട്. അങ്ങനെ തന്നെ പിന്നെ മോട്ടർ ഡ്രൈ ആയിട്ട് റൺ ചെയ്യേണ്ടി വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 സ്ഥലത്തും സെൻസർ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ ഈ ടാങ്കിൽ ഓവർഫ്ലോ ആകുമ്പോൾ ഓവർഫ്ലോ ആവുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, മോട്ടർ ഓഫ് ചെയ്യും. താഴെ സെൻസർ അവിടെ വെള്ളം വറ്റുമ്പോൾ ലോ ലെവലിലേക്ക് പോകുമ്പോൾ ഓഫ് ആവും. അപ്പൊ ഞാനിപ്പോ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർക്ക് ഭയങ്കര പലതും വെച്ചിട്ട് വർക്ക് ചെയ്യണില്ല, നടക്കൂലെന്ന് അവർ പറഞ്ഞത്. നമ്മളിപ്പോ ആകാശത്തേക്ക് റോക്കറ്റ് വരെ അതെ. അപ്പൊ ഇത് നടക്കില്ല. അവർ ഹോസ്പിറ്റലാണ്. കാരണം അവരെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അത്
ഒന്നാമത് ഈ സൊല്യൂഷൻ സെലക്ട് ചെയ്യുന്നിടത്തുള്ള ഒരു പ്രോബ്ലം പ്രശ്നമാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് സെൻസർ വെച്ച് ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ ലെവലാണ് നമ്മളിവിടെ സെൻസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ കൺവെൻഷൻ സെന്റർ അല്ലേ? ഞങ്ങൾ ഒരു വർഷം മുമ്പാണ് ഇവിടെ, ഏകദേശം ഒരു വർഷമായി ഈ work ഇത് കേരളത്തിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്റർ എന്ന് പറഞ്ഞത് ഇതന്നല്ലേ? അതെ അതെ, കേരളത്തിലെ ഏറ്റവും വലുതാണ്. അതുപോലെ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് 360 ഡിഗ്രി വ്യൂ ഉള്ള കൺവെൻഷൻ സെന്റർ. അങ്ങനെ ഉണ്ടല്ലേ? അതായത് റൗണ്ട് ആയിട്ടാണ്. ഇതിപ്പം ഒരു സർക്കിൾ ആയിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതില് അതിന്റെ ഒരു പകുതി ഭാഗമാണ് നമ്മളിപ്പം കാണുന്നത്. ഇപ്പം നമുക്ക് ഹാഫ് ആയിട്ടാണല്ലോ കാണുന്നത്, സർക്കിളിന്റെ ഹാഫ് ആയിട്ട്. ഇതിനെ നമ്മൾ മൂവ് ചെയ്തിട്ട് ഒന്നാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ഒന്നാക്കി മാറ്റി കഴിഞ്ഞാൽ ഈ സെന്ററിലുള്ള ഈ ഒരു പാർട്ടീഷൻ ഇത് നമ്മൾ മൊത്തം മാറ്റിയിട്ട് ഓപ്പൺ ആക്കും. സ്ക്രീനകത്ത് ഗൂഗിൾ ഹോമിന്റെ സ്ക്രീനാണുള്ളത്. ഞാൻ ലോഗോ ലൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ ഓണാക്കി, ഇത് നിങ്ങൾക്ക് ഓണായിട്ട് കാണാം. ഇത് ഞാൻ ഓഫ് ആക്കുന്നു. ഇതിപ്പോൾ ഞാൻ മാനുവലി ആണ് ഓണും ഓഫും ആക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു 10 PM വരെ, രാത്രി ഒരു 10 മണി വരെ ഇത് ഓൺ ആക്കിയിരിക്കണം എന്നാണ്. അത് നമ്മൾ റൂട്ടീനായിട്ട് ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ലൊക്കാലിറ്റീൻ്റെ സൺസെറ്റ്, ആ സൺസെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഓൺ ആവുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഫ്ലഡ് ലൈറ്റ് ഓൺ ഓഫ് ആക്കി ഒന്ന് കാണിക്കും. ജസ്റ്റ് മൊത്തം ഡാർക്കായി, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. വീണ്ടും ഗൂഗിൾ ഹോമിലെ ആപ്പിലെ ബട്ടണാണ് ഞാൻ പ്രസ് ചെയ്തിട്ട് ഓൺ ആക്കി. ഇത് ഇവർക്ക് സൺറൈസ് വരെ, സൺറൈസിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ സാധാരണ സെറ്റ് ചെയ്യാറ്. 15 to 30 minutes ബിഫോർ സൺറൈസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൊക്കാലിറ്റിയിൽ സൺറൈസ് മാറുന്നതിനനുസരിച്ചിട്ട് അതും മാറിക്കൊണ്ടിരിക്കും. ഇതിനകത്ത് നമ്മൾ ഇവർക്ക് റൂട്ടീനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് മൊത്തം നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു സ്റ്റാഫ് ചെയ്തിരുന്ന കാര്യമായിരുന്നു. ഇവിടെ ആകുമ്പോൾ നമുക്കറിയാം, സെക്യൂരിറ്റി ഇവിടെ ഇരിക്കുന്ന സമയത്ത് വല്ല വണ്ടിയോ മറ്റോ ഗസ്റ്റോ മറ്റോ വരുമ്പം അവർ ഈ ലൈറ്റെല്ലാം ഇരിക്കുന്നത് ബിൽഡിങ്ങിനകത്താണ്. അപ്പോൾ അവിടെ പോയിട്ട് ഓൺ ഓഫ് ആക്കുന്ന സമയത്ത് ഇവിടെ ഒരാളെ പ്രസൻസ് ഇല്ലാതാവുന്നു. അപ്പോൾ ഈ ആ ഒരു പ്രശ്നം ഇവിടെ സെക്യൂരിറ്റിക്ക് വരുന്നില്ല. കൃത്യസമയത്ത് തന്നെ പരിപാടികളെല്ലാം നടക്കും, എല്ലാ കാര്യങ്ങളും നടക്കും. അവരൊരു ബോധരക്ഷം വരുന്നില്ല. നമ്മളൊരു വേറെ കസ്റ്റമറാണ്, ഇവർ ഹോട്ടലാണ്. ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒക്യുപ്പൻസി ബേസ് ചെയ്തിട്ട് നമുക്ക് ലൈറ്റ്സിന് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ പറ്റും. ആൾക്കാർ വരുമ്പോഴാണ് ലൈറ്റ് ഓൺ ആവുന്നത്. ഇതിപ്പോൾ ഞാൻ വരുമ്പോഴാണ്, ഇപ്പം നമ്മൾ വരുമ്പോൾ ഇത് ലൈറ്റ് ഓൺ ആവും. നമുക്ക് ആവശ്യത്തിന് ലൈറ്റ് റൂമിലുണ്ടെങ്കിൽ, സ്പേസിലുണ്ടെങ്കിൽ ഇത് ഓൺ ആവില്ല. ലൈറ്റ് ഉണ്ടാവരുത്. അതുപോലെ ആളുടെ പ്രസൻസ് വേണം. അപ്പോൾ നമുക്കിപ്പോൾ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ രാത്രി ഒന്ന് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് വെള്ളം കുടിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ പുറത്ത് പോകേണ്ടിയിരിക്കും. അപ്പോൾ ഇവർക്ക് ഒരു പക്ഷേ ചെറിയ പേടി ഉണ്ടാവും ഈ ലൈറ്റ് ഇല്ലാതാവുമ്പോൾ. ഇത് സ്വിച്ചിൻ്റെ അടുത്ത് പോയിട്ട് ഓൺ ആക്കുമ്പോൾ ഇതുണ്ടാവും. അവിടെ ഇവർ റൂമിൽ നിന്ന് ഇറങ്ങിയ പാടന്നെ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ കോമൺ ഏരിയയിലും സിറ്റിംഗ് റൂമിൽ ഡൈനിങ് ഹാളിലൊക്കെ ലൈറ്റ് ഓൺ ആയി. നമ്മൾ പോയി ഒരു കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ആവും ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഇതിപ്പം എനിക്കറിയാം, ഒരു ക്യാപ്സ്യൂൾ ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ തന്നെ ചെയ്തൊരു കോൺസെപ്റ്റാണ്. ഇവിടെ ഫുൾ ടൈം ലൈറ്റ് ഓൺ ആക്കേണ്ട ആവശ്യമില്ല. ആൾ വരുമ്പോൾ പാസേജ് ലൈറ്റ് ആണല്ലോ, ആൾ വരുമ്പോൾ ലൈറ്റ് വേണം. അവർ പോയി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കറണ്ട് സേവ് ചെയ്യാനും പറ്റും. കറണ്ട് സേവ് ആവും, അതെ, മെയിനായിട്ട് അതാണ്. പവർ ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. ഇതാണ് നിങ്ങൾ പറഞ്ഞ വീട്. ഈ ഏരിയയിൽ ഒരു വെളിച്ചമില്ലാത്ത ഏരിയ ആയിരുന്നു അല്ലേ? അതെ അതെ, ഇവർ ബാംഗ്ലൂരാണ് ഇവരുടെ ബിസിനസ്. അപ്പം പുതിയ വീട് ഉണ്ടാക്കിയതാണ്. ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. ഇരുട്ടായിരുന്നു, അതാണ് ഒരു പ്രോബ്ലം പറഞ്ഞത്. ഒന്ന് ഓണാക്കി, ജസ്റ്റ് ഒന്ന് ഓണാക്കി. ഞാൻ അടിപൊളി. ഒന്ന് ഓഫാക്കാണ്. വേറെ ലൈറ്റ് ഓൺ ആക്കുന്നു. ഡെക്കറേഷൻ ലൈറ്റാണ്. അപ്പോൾ ഇവിടെ അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ബെഡ് ടൈം വരെ ഈ ലൈറ്റ് ഓണാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് മോർണിംഗ് വരെ, സൺറൈസ് വരെ കത്തേണ്ട ലൈറ്റ് വേറെ ഉണ്ട്. അത് വേറെ സെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇവരെ പാരൻസ് ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട്. പക്ഷെ അവർക്കും ഇത് ഓണാക്കുക ഓഫാക്കുക എന്നുള്ളത് ഒരു പ്രയാസമാണ് ആ സമയത്ത് വന്ന്. ഇനിയിപ്പോൾ അവർക്ക് ചെടി നനയ്ക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ഒരു വർക്കും കൂടി ചെയ്യുന്നുണ്ട്. നമ്മൾ ശരിക്കും വലിയ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണ്. പേഴ്സണലി ഒരു 25 വർഷമായിട്ട് ഓട്ടോമേഷൻ ഫീൽഡിൽ നമ്മളുണ്ട്. ഒരു വീട് പണി തുടങ്ങുമ്പോഴാണ് നമ്മുടെ അടുത്ത് ഒരു ക്ലയന്റ് വരുന്നതെങ്കിൽ നമുക്ക് അവരെ ഇലക്ട്രിക്കൽ ബഡ്ജറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മൊത്തം ഓട്ടോമേഷന്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചിട്ട് എനിക്ക് തോന്നുന്നു 130 വർഷമായി. ഇപ്പോഴും നമ്മൾ പണ്ടേ പോലെ തന്നെ സ്വിച്ച് ഇട്ടിട്ടാണ് ഈ ഓൺ ചെയ്യുന്നത്. ഈ ഒരു മാറ്റം ഇപ്പോഴും സ്വിച്ചിലൊക്കെ ചെറിയ എസ്തെറ്റിക്കലി കുറച്ച് മാറ്റങ്ങൾ വരുതാന്നല്ലാതെ വളരെ ലക്ഷറായിട്ടുള്ള ആളുകൾ കുറച്ച് ടച്ച് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്.
പക്ഷേ ഇപ്പം അതിന്റെ നമ്മൾ സ്വിച്ച്ലെസ് എന്നുള്ള നമ്മളൊരു കൺസെപ്റ്റ്, സ്വിച്ച്ലെസ് കോൺസെപ്റ്റ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. തന്നെ നമുക്ക് പുതിയ വീടാകുമ്പോൾ ചെയ്യാൻ പറ്റും. മാസ്കറ്റ് ബീച്ച് റിസോർട്ടിലെ മാനേജ്മെന്റ് നമ്മളോട് പറഞ്ഞത് ഇതിന്റെ ഈ സ്വിച്ചസ്, ഇവിടുത്തെ ഫ്ലഡ് ലൈറ്റ് അതുപോലെ ഡെക്കറേഷൻ ലൈറ്റ്, ഇതിന്റെ സ്വിച്ചസ് ഏറ്റവും ടെറസിലാണുള്ളത്. അപ്പൊ ഇവിടെ സെക്യൂരിറ്റി അവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ പോയിട്ട് ഇത് സ്വിച്ച് ഓൺ ചെയ്ത് വേണമായിരുന്നു ചെയ്യേണ്ടിരുന്നു. ഇപ്പം ഇവിടെ താഴെയുള്ള സെക്യൂരിറ്റി അവരുടെ ഡ്യൂട്ടിക്കിടയിൽ വേണ്ടിയിരുന്നു സ്വിച്ച് ഓൺ ചെയ്യാൻ. അപ്പം ഞാൻ ആ സ്വിച്ചിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ കണ്ടു ഇവിടെ സെക്യൂരിറ്റി ഇത്രയും സ്റ്റെപ്പ് കയറി വേണം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിക്കിടയിൽ, ഈ സമയത്തൊക്കെ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, ആ സമയത്ത് വേണം അത് നിർത്തിയിട്ട് മുകളിൽ പോയി ലൈറ്റ് ഓൺ ആക്കി തിരിച്ചു വരാൻ. ഒരു വലിയൊരു എഫേർട്ടാണ് അത്. ഇപ്പൊ അത് അവർക്കൊരു പ്രശ്നമായിരുന്നു, അത് നമുക്ക് ഇതൊരു പ്രോബ്ലം സോൾവ് ചെയ്തു. ഈ ഒരു ബീച്ച് റിസോർട്ടിൽ പാർട്ടി ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് നമുക്ക് ഈ ഓഫ് ചെയ്യുന്ന സമയം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ ഇത് വേണമെങ്കിൽ ഇവർക്ക് മാനുവലി എന്ത് ചെയ്യാം, വീണ്ടും സ്വിച്ചിൽ പിന്നെ മുകളിൽ പോവാതെ തന്നെ റിമോട്ട് ആയിട്ട് ആപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, ഇത് ഓൺ ആക്കാൻ പറ്റും. അതുപോലെ ഫംഗ്ഷൻ കഴിഞ്ഞാൽ ആ സമയത്ത് റിസപ്ഷനോ സെക്യൂരിറ്റിക്കോ ഇത് ഓഫ് ആക്കാനും പറ്റും. ഇവിടെ ഒരേ സമയം സൺസെറ്റ് സൺറൈസ് ഉപയോഗിച്ചത് വർക്ക് ചെയ്യുന്നുണ്ട്, മറ്റൊരു സമയത്ത് ഷെഡ്യൂൾ ചെയ്തത് ഓഫ് ആവുന്നുണ്ട്, വേറൊരു സമയം റിമോട്ട് ആയിട്ട് ആപ്പ് ഉപയോഗിച്ച് ഓൺ ഓഫ് ആക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നോരോന്നത് ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കി കാണിക്കാം. ഇപ്പൊ ഞാൻ ഫ്ലഡ് ലൈറ്റ് ഓഫ് ആക്കി, ഡെക്കറേഷൻ ലൈറ്റ് ഓഫ് ആക്കി, പിന്നെ ടോപ്പിലെ ലൈറ്റ് ഉണ്ട് അതും ഞാൻ ഓഫ് ആക്കി. ഞാൻ വീണ്ടും ടോപ്പ് ലൈറ്റ് ഓൺ ആക്കി, ഇനി ഞാൻ ഡെക്കറേഷൻ ലൈറ്റ് ഓൺ ആക്കി, ഇനി ഞാൻ ഫ്ലഡ് ലൈറ്റ് ഓൺ ആക്കി. നമുക്ക് വീട്ടിലാണെങ്കിൽ ഒന്ന് നമുക്ക് ഈ ഒരു കള്ളന്മാരുടെ ശല്യമുണ്ട്. ഇപ്പൊ നമ്മൾ വീട്ടിൽ ആൾ താമസം ഇല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകിൽ ഒരു വീട് ഡാർക്കായി കിടന്നാല് അവിടെ ആൾ താമസം ഇല്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാവും. മറ്റൊന്ന് ഒരു ഫുൾ ഡേ ഒക്കെ ലൈറ്റ് ഓൺ ആയി കിടക്കുകയാണെങ്കിൽ ആ വീട്ടിൽ ആൾ താമസം ഇല്ലാന്ന് മറ്റൊരാൾക്ക്, സ്ട്രേഞ്ച് ആയിട്ടുള്ള ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമുക്ക് പിന്നെ മോഷണം അങ്ങനെ പല സാധ്യതകളിലേക്ക് അത് പോകുന്നുണ്ട്. ഇതിനൊക്കെ ഉപരിയായിട്ട് പ്രവാസികളുടെ വീട് ഒന്നുകിൽ അവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഓണും ഓഫും ചെയ്യാറാണ് പതിവ്. അപ്പം അല്ലാത്തത് ഇരുട്ടായിട്ട് തന്നെ കിടക്കും. അപ്പൊ അതൊരു വലിയൊരു പ്രോബ്ലം ആണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പറയാൻ. ഇപ്പം മിക്ക വീടുകളും CCTV ഉണ്ടാവും. അപ്പം അവർക്ക് ഓൺലൈനായിട്ട് വീട് കാണാനൊക്കെ പറ്റും. അപ്പം പക്ഷെ ലൈറ്റ് അവർക്ക് ഓണും ഓഫും ചെയ്യാൻ പറ്റില്ല. അപ്പൊ രാത്രി സമയത്ത് അവർക്ക് അവരുടെ ഫ്രണ്ട്സിനോ മറ്റോ അവരുടെ വീടൊന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ അവർക്ക് വെറുതെ ഒരു എനി ടൈം അവർക്ക് റിമോട്ടിൽ അവർക്ക് ഗുഡ് ആയിട്ടൊരു ടച്ച് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ. നമ്മൾ ഈ പറഞ്ഞ ഈ 19,500 ഈ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇതുവരെ നമ്മളൊക്കെ ചെയ്തത് കോമൺ ലൈറ്റ്സ് എക്സ്റ്റീരിയർ ആയിരുന്നു. ഇവിടെ നമ്മൾ ഇന്റീരിയർ ആണ് ചെയ്തത്. കോമൺ ലൈറ്റ്സിന്റെ പാസേജ് ലൈറ്റ്സ് നമ്മൾ ഇന്റീരിയർ ആണ് ചെയ്തത്. ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇലക്ട്രീഷ്യൻ ആണ് ഈ സ്വിച്ച് ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക, അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പം അവര് എല്ലാ ദിവസവും ഈവനിങ്ങിൽ ഓൺ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് അവര് ഒരു ഇതേപോലെ ഒരു ബെഡ് ടൈമിൽ ചില ലൈറ്റ്സ് ഒക്കെ അവർ ഓഫ് ചെയ്യേണ്ടതുണ്ട്, ഡെക്കറേഷൻ ലൈറ്റ്സ് ആയിട്ട്. ചിലത് അവർ രാവിലെ വരെ ഓഫ് ആക്കണം. അപ്പൊ ഇവിടെ ഇവര് ഡേ ടൈമിലൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് ടയർഡായ അവസ്ഥയിലാണ് ഇവർക്ക് ഇത് ചെയ്യേണ്ടി വരുന്നത്. അവർ അലാം വെച്ച് എഴുന്നേറ്റിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അവരെ ഡ്യൂട്ടി അതൊക്കെ ബാധിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ക്രിട്ടിക്കലായിരുന്നു ഇവിടുത്തെ ഒരു പ്രോബ്ലം. അപ്പൊ നമ്മൾ അത് പരിഹരിക്കാനാണ് ഇവിടെ ഓട്ടോമേറ്റ് ചെയ്തത്. അപ്പൊ ഇതാവുമ്പോൾ കറക്റ്റ് സമയത്ത് ഈ പാസേജ് ലൈറ്റ്സ് ഓൺ ആവും. അതിൽ ഇൻക്ലൂഡിങ് ഡെക്കറേഷൻ ടൈപ്പ് ലൈറ്റ്സ് ഉണ്ട്. അത് ഒരു ബെഡ് ടൈം ആകുമ്പോൾ അത് ഓഫ് ആവും. പിന്നെ മറ്റ് എമർജൻസി പാസേജ് ലൈറ്റ്സ് രാവിലെ വരെ ഓൺ ആയി കിടക്കും. നമ്മളെ പാർട്ട്ണറാണ് റിസ്വാൻ്റെ തന്നെ വീടാണ്. ഇതിൽ ഇവിടെ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വോയിസ് ഉപയോഗിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. നമുക്ക് അലക്സ, ഗൂഗിൾ ഹോം ഒക്കെ ചെയ്യാൻ പറ്റും. ഹേ ഗൂഗിൾ, ലൈറ്റ് ഓഫ്. ഹേ ഗൂഗിൾ, ലൈറ്റ് ഓൺ. ആ ലൈറ്റ് ഓൺ ആയി. ഓക്കെ ഫോണല്ലേ ഓഫ്. ഇപ്പം നമ്മൾ ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇത് മാത്രമല്ല, നമുക്ക് ഇവർക്ക് വാട്സപ്പ് ചാറ്റ് ബോട്ട് ഓട്ടോമേറ്റ് ചെയ്ത് അതും കൊടുത്തിട്ടുണ്ട്. അതും ചെയ്യും. അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആൾക്ക് എല്ലാവർക്കും ആവശ്യമാണല്ലോ ബിസിനസ്സിൽ. അതെ, ബിസിനസ്സിൽ ആവശ്യമാണ്. അതെ. ഇത് നമ്മുടെ സുഹൃത്തിന്റെ ബ്രദറിന്റെ വീടാണ്. അപ്പൊ ഇവിടെ ഒമാനിലാണ് ഇവര്. അപ്പോ ഇവർക്ക് ഇവിടെ ലൈറ്റ് അതുപോലെ ചെടി നനയ്ക്കുക ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുള്ളത്. അപ്പൊ ഇവരെ ഈ തൊട്ടടുത്ത വീട്ടുകാർ വന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഉള്ളിലാണ് ഇത് വീടൊക്കെ തുറന്ന് ഓണാക്കി. പിന്നെ പലപ്പോഴും ചിലപ്പോൾ മറന്നുപോകും.
ചെടി നനയ്ക്കാൻ പലപ്പോഴും മറന്നു പോകും. കാരണം അവർക്ക് അവരുടെ തിരക്കുണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് വന്നപ്പോഴാണ് നമ്മൾ ഇപ്പം ഇവിടെ വീട്ടിൽ ആളില്ല. പക്ഷെ ആളുള്ള പോലെയാണ് ഇപ്പം ലൈറ്റ് കാര്യങ്ങളൊക്കെ സമയത്ത് ഓൺ ആവും. അപ്പൊ നമ്മൾ ഇവിടെ വരാനുള്ള ഒരു മെയിൻ കാരണം ഇവിടെ നമുക്ക് ചെടി നനയ്ക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നനയ്ക്കുന്ന ടൈമൊക്കെ. ഇനി അതല്ലാതെ നമുക്ക് മാനുവലി മീൻസ് റിമോട്ട് ആയിട്ട് എപ്പോ വേണമെങ്കിലും അവർക്ക് വിദേശത്തുനിന്നോ എവിടുന്ന് വേണമെങ്കിലും ഇത് ഓൺ ആക്കിയിട്ട് നമുക്ക് ചെടി നനയ്ക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് റെസിഡൻഷ്യൽ അല്ലാതെ ഇൻഡസ്ട്രീസില്, ഹോസ്പിറ്റല്, പിന്നെ ഹെൽത്ത് കെയർ ആണെങ്കിലും ഹോട്ടൽസ് ആണെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇമാജിനേഷൻ ഈസ് ദ ലിമിറ്റേഷൻ. ആ രീതിയിൽ നമുക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും. ഇവിടെ നമ്മള് സാധാരണക്കാർക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഒരു ചെറിയൊരു തുകയ്ക്ക് അവരുടെ റൂട്ടീനായിട്ടുള്ള ഡെയിലി റൂട്ടീനായിട്ട് മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാക്കേജ്. അതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് 19,500 അല്ലേ? അതെ, 19,500. 19,500 എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടാന്നുള്ളത്? മെയിനായിട്ട് അവരെ ലൈറ്റിങ്, കോമൺ ലൈറ്റിങ്, അത് അവർ സ്ഥിരമായിട്ട് ഓണും ഓഫും ചെയ്യേണ്ടതാണല്ലോ. സമയമാകുമ്പോൾ ഓൺ ആക്കുന്നു. അതുപോലെ വെള്ളം, വലിയ പ്ലാന്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ റബ്ബർ, അതുപോലെ തെങ്ങിൻ തോട്ടം ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അവിടെയൊക്കെ എന്ന് പറഞ്ഞാല് പിന്നെ 2 കിലോമീറ്റർ ഒക്കെ അപ്പുറത്തായിരിക്കും ഈ വാട്ടർ സോഴ്സ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് വയർലെസ് ആയിട്ട് ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ടൊക്കെ വെള്ളത്തിന്റെ ലെവലൊക്കെ അൾട്രാസൗണ്ട് വെച്ച് നോക്കിയിട്ടും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാക്കാണ്. അപ്പൊ അങ്ങനത്തെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും നേരെ നിങ്ങളെ നമ്പറിൽ അങ്ങോട്ട് വിളിക്കാം. തീർച്ചയായും. ശരി. ഓക്കെ.